എൻ്റെ പൊന്നു ഗായ്സ് ഇരട്ടിപ്പണിയായെന്ന് പറഞ്ഞാൽ മതിയില്ല. നമ്മുടെ ഈ ഒരു സംഭവം പോയി കേട്ടോ. നമ്മുടെ ജേജുവാൻ്റെ ഈ കൊള്ളാം കേട്ടോ സംഭവം. പക്ഷേ പെയിൻ ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചത്ര സുഖമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം NSൻ്റെ സാധനം ഫിക്സ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് ചെമ്പ് വാഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഫോട്ടോസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റർ വയ്ക്കാൻ പാടായിരിക്കും. അല്ലാതെ ഈ നട്ട് മാത്രം ഇട്ട് വെച്ചാൽ എനിക്കൊരു ഡ്രോബാക്ക് പോകുന്ന ഇതിനകത്ത് ഇരുന്ന് പോകാൻ പറ്റത്തില്ല. അവർ ഭയങ്കര ശോകമാണ്, കാരണം കല്ലിൻ്റെ വണ്ടി എടുത്ത് പോകണമെങ്കിൽ ഇരിക്കണം. പക്ഷേ വണ്ടി കാണാൻ മാരെ ലുക്കായിരിക്കും. ഫോട്ടോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ RC 390 നമ്മളൊരു ഓട്ടോലോഗിൻ്റെ ഏറ്റവും ന്യൂലി ലോഞ്ചായ കിറ്റാണെന്ന് തോന്നുന്നു. ആ ഒരു കിറ്റ് നമ്മൾ വെക്കാൻ പോവുകയാണ് കേട്ടോ. വെക്കുന്ന വേറെ പോലെ നമ്മുടെ നെക്സ്റ്റ് ഗിയറിലാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പം അവ അവിടെ വന്നിട്ടുണ്ട്. അവ സാധനമൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ സെറ്റപ്പ് ഉള്ളതുകൊണ്ടാണ് അവ അങ്ങനെ വന്നാൽ, അല്ലെങ്കിൽ അവൻ വീട്ടിൽ നിൽക്കാവുന്നേ ഉള്ളൂ. അപ്പം എന്തായാലും നമ്മൾ നേരെ നെക്സ്റ്റ് ഗിയറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെല്ലൈക്കനും കാര്യങ്ങൾ എനേബിൾ വെച്ചേക്കും. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അവിടെ ചെന്നിട്ട് നമുക്ക് ഓട്ടോലോഗിൻ്റെ കിറ്റ് ഏതാണ്, എന്താണ് സെറ്റപ്പ്, നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന കിറ്റ് തന്നെയാണോ, എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ പെയിൻറ്റഡ് കിറ്റാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു പെയിൻറ്റ് ജോബിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാമേ. ഇപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇരിപ്പുണ്ട്. ഇതാണ് നമ്മൾ RC 390. ഇപ്പോൾ അതിൻ്റെ അടി വന്നിരിക്കുന്ന നമ്മുടെ ഒരു ഓട്ടോലോഗിൻ്റെ അണ്ടർബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞാൽ നമ്മുടെ സൈഡ് പാനൽസ് അല്ല ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു RCയുടെ ആ ഒരു സീറ്റ്, റൈസിങ് സീറ്റാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം സൈഡ് പാനൽ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ നമ്മൾ അടുത്ത വീക്കുകളിലൊക്കെ ആയിട്ട് നമ്മൾ സൈഡ് പാനൽ, ഏറ്റവും പുതിയ സൈഡ് പാനലും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കണം. ഇത് എങ്ങനെയാണോ ഇളക്കി വെച്ചേക്കണം. അതാ ഇനി ഇവിടെയാണ് നമ്മുടെ ആ ഒരു റൈസിങ് സീറ്റ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇതാ അവിടെ ഇരിപ്പുണ്ട്, അതിനടുത്ത് കാണിച്ചു തരാം കേട്ടോ ഗായ്സ്. ഇപ്പോൾ നമ്മുടെ റൈസിങ് സീറ്റ് ഇതാ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ബബിൾ റാപ്പൊക്കെ ചെയ്ത് പൊളിയാക്കി വെച്ചേക്കാം കേട്ടോ. ഒന്ന് തുറന്ന് നോക്കാം. പെയിൻറ്റഡ് പീസാണ് കേട്ടോ നമ്മുടെ അടുത്ത്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. കൊള്ളാം കേട്ടോ സംഭവം. പക്ഷേ പെയിൻ ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചത്ര സുഖമില്ല, എന്നാലും കുഴപ്പമില്ല. സാധനം ഓക്കെയാണ്. ഇതിനകത്തൊക്കെ ഇരുന്ന് എങ്ങനെ പോകണമെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ കേട്ടോ. ശോകം ഒരിക്കും. പക്ഷേ ഭയങ്കര ലുക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് വെച്ച് നോക്കാനുള്ള ഫുൾ ഫൈബർ പീസാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സാധനം ഒന്ന് ഫിക്സ് ചെയ്യും ഗായ്സ്. അപ്പോൾ നമ്മുടെ പണി ഇവിടെ സ്റ്റാർട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓരോ സാധനങ്ങളും ഒരു മാറ്റമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും വെക്കത്തില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒരു മാറ്റം കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോസിലാണ് നമ്മൾ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോസ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റർ വയ്ക്കാൻ പാടായിരിക്കും. അല്ലാതെ ഈ നട്ട് മാത്രം ഇട്ട് വെച്ചാൽ ഒരു ബോറായിരിക്കും തോന്നുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ വെച്ച് നോക്കിയാൽ അറിയത്തുള്ളൂ. അപ്പം വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിവിടെ കിട്ടുന്ന ഒരു വർക്ക് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളതാ ഒരു V2ൻ്റെ ഹെഡാണ്. അപ്പം ഇത് കാണുമ്പം ചെറിയൊരു പ്രൊജക്ടറൊക്കെ കയറ്റി ചുമ്മാ ഒരു കയറ്റിയ ഹെഡാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല. ഇതിനകത്ത് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാലജൻ, ഇവിടെ ഒരു പ്രൊജക്ടർ. ഈ ഒരു പ്രൊജക്ടർ നമ്മൾ 220 പ്രൊജക്ടർ ലൈറ്റാണ് കയറ്റിയിരിക്കുന്നത്. അതിനകത്ത് നമ്മളൊരു റെഡ് DRL കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതാ ഇവിടെയും നമ്മൾ പവർ ഷോട്ട് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്. അത് ഫ്ലിക്കർ ചെയ്ത് കത്തിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന വെറൈറ്റി ഒരു വർക്കാണ്. ഈ ഒരു പ്രൊജക്ടർ ലൈറ്റിനകത്ത് നമ്മൾ സ്റ്റോക്കായിട്ടുള്ള വെച്ചിരിക്കുന്ന ഇതിനകത്ത് നമ്മൾ HJG നമ്മുടെ ഫോഗിലായിട്ടാണ് കയറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പം അതിനകത്ത് മഞ്ഞയും വരും, വെള്ളയും വരും. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതൊരു വെറൈറ്റി വർക്കായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് വർക്കിംഗ് എന്നാന്ന് എനിക്ക് അറിയാൻ വയ്യ. ഈ വണ്ടി ഉടനെ നമ്മൾ വർക്ക് ചെയ്ത് ഇറക്കുന്നതായിരിക്കും. കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പെയിൻറ്റ് ചെയ്യാൻ കൊടുത്തേക്കാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു കിടിലം വീഡിയോയും നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അവിടെ ചുമ്മാ നിന്നപ്പം എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ടായില്ല, അല്ലെങ്കിൽ അഴുക്കുണ്ടാകുന്നത് നോക്കാനായിട്ട് ചുമ്മാ നിന്നപ്പോൾ ഒന്നെടുത്ത് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ സംഭവം ഊരിയതാണ്. ഇതാ ഒരു നട്ട് ഇവിടെ ഒട്ടിഞ്ഞ് കയറി. ഇതിനി ഇളക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു പിടുത്തമില്ല. പക്ഷേ ഇതിനകത്ത് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ക്ലീൻ ചെയ്ത് പുതിയ ഫ്ലൂയിഡ് ഒഴിക്കാൻ വേണ്ടി ഇളക്കിയതാണ് കേട്ടോ. പക്ഷേ ഈ സാധനം തുരുമ്പെടുത്ത് പോയി. കുറച്ചധികം നാളായെന്ന് തോന്നുന്നു ഇത് ഊരായിരുന്നിട്ട്. അപ്പോൾ എന്തായാലും ഇതൊരു പണിയാണ്, എന്താണെന്ന് അറിയത്തില്ല, നോക്കാം. നമ്മുടെ മറ്റേ പണിയുടെ കറക്റ്റായിട്ട് നടക്കുന്നു കേട്ടോ. ഇതാണ് ഒരു 8ൻ്റെ പണിയായി പോയത്. ഊരാൻ പറ്റിയില്ലെങ്കിൽ പെട്ട് കേട്ടോ. അവിടെ ഹോളടിച്ച് ഇളക്കി രണ്ടാമത് പിരിയൊക്കെ ഇടേണ്ടി വരും. എന്താണെന്നറിയാൻ വയ്യ, നോക്കാം. ഇതാണ് നമ്മുടെ സംഭവം കേട്ടോ. ഇത് ആണ് നമ്മുടെ ലെങ്ത്ത്, ഒറിജിനലായിട്ട് വരുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇതാണ് ലെങ്ത്ത്. പക്ഷെ നമ്മൾ ഒടിഞ്ഞു പോയ സാധനം ഇത്രേ ഉള്ളൂ. ബാക്കി ഏകദേശം ഇത്രത്തോളം ലെങ്ത്ത് സാധനം അതിനകത്ത് ഇരിപ്പുണ്ടാ. ഇതാണ് നമ്മൾ ഒടിഞ്ഞു പോയത്.
എന്താവെന്ന് അറിയാൻ വയ്യ, നോക്കണം. നോക്കിയിട്ട് ഇളക്കിയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ പെട്ടു. എന്തായാലും പിരിയിടാനോ എന്തെങ്കിലും ചെയ്ത് ഇളക്കി എടുക്കണം കേട്ടോ. അപ്പം അതൊരു പണിയാണ്, നോക്കാം. ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് ഫുൾ അഴുക്കും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഗോപ്രോ എത്രത്തോളം വ്യക്തമെന്ന് എനിക്കറിയാൻ വയ്യ. നമ്മളെന്തായാലും ഗ്രൈൻഡർ ഒന്ന് പിടിച്ചിട്ട് ഒരു എന്താ പറയുന്നത് മൈനസ് ഇട്ടിട്ട് പിടിക്കാൻ നോക്കി, പക്ഷേ നടക്കുന്നില്ല കേട്ടോ. അതെന്തായാലും ഏറ്റി കൊടുത്തേ പറ്റുള്ളൂ. പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ല, ഇരട്ടിപ്പണിയായെന്നേ എനിക്ക് പറയാവുള്ളൂ. എന്താ പറയുന്നത്, ഫുൾ അഴുക്ക് കയറി ഇരുന്നതായിരുന്നു സംഭവം. എന്തായാലും തുരുമ്പെടുത്ത് പോയതുകൊണ്ട് ഒടിഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അതാണ് അടുത്ത പരിപാടി. നമ്മളാ പരിപാടി ഇവിടെ തകർത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വെച്ചൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. റെഡിയാക്കി എടുത്തിട്ട് വേണം ഇതും കൊണ്ട് പോകാനായിട്ട് കേട്ടോ. നമ്മൾ സീറ്റ് നമ്മൾ നൈസായിട്ട് വെക്കുകയാണ്. അപ്പോൾ ടാങ്കിൻ്റെ ഇവിടെ സ്ക്രാച്ച് ആയിരിക്കുകയാണ്. നമ്മൾ ആദ്യം PPF അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സീറ്റ് വെക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഓടിക്കാൻ വേണ്ടി ചോദിച്ചാൽ എൻ്റെ മോനെ അതൊക്കെ ഒരു മൈൻഡ് സെറ്റ് തന്നെ വേണം. എന്താ വെച്ചാൽ ഓടിച്ച് ലോങ്ങൊന്നും പോകത്തില്ല, ഊപ്പാട് 10 വരും. അപ്പോൾ ഇതൊക്കെ വെച്ചാൽ നമ്മുടെ റീലിനും ഫോട്ടോഷൂട്ടിനും കാര്യത്തിനൊക്കെ ആയിട്ട് ഭയങ്കര ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഷോ ആയിരിക്കും കാണാനായിട്ട്. അല്ല പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. എന്താ പറയുന്നത്, ചുമ്മാ നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും കാണാൻ ഭയങ്കര ലുക്കായിട്ടുണ്ട്. ഇപ്പോഴേ കാണാൻ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാം സെറ്റ് ചെയ്ത സമയത്ത് മറ്റേ കിറ്റും കാര്യങ്ങളൊക്കെ സൈഡ് ഫെയറിങ്ങൊക്കെ വരുന്ന സമയത്ത് ഇതിന്നും പുള്ളേരെയും കാണാനായിട്ട്. അപ്പം ഇതൊന്ന് ബോൾട്ട് ഓൺ ചെയ്ത് സെറ്റാക്കി എടുക്കണം ഇനി അടുത്ത പരിപാടി. അപ്പം നമ്മളിതാ സാധനം ഇവിടെ നേരെ ലേറ്റ് പോകാനുള്ള പരിപാടിയാണ്. ലേറ്റ് പോകുമ്പം എന്താ അവസ്ഥ അറിയാൻ വയ്യ. ഇളക്കാൻ പറ്റിയില്ലെങ്കിൽ പറ്റുക കേട്ടോ. എന്തായാലും ഹോളിച്ചത് ഇളക്കിയേ പറ്റൂ. നോക്കാം. എന്തായാലും ഒരു ആയത് പറഞ്ഞ അവസ്ഥ പോലെ ആയേട്ടാ. ചുമ്മാ നിന്നപ്പോൾ വണ്ടി ഒരു എന്താ പറയുന്നത് ഫ്രണ്ട് ബ്രേക്ക് ചെറിയൊരു വ്യത്യാസം പോലെ തോന്നി. അപ്പം അങ്ങനെ ഊരി നോക്കാമെന്ന് പറഞ്ഞ് ഊരിയതാണ്. ആദ്യം ഊരിയ സമയത്ത് അത് ഇളകി വന്നില്ല. അങ്ങനെ രണ്ടാമത് മറ്റേ സ്ക്രൂ ഇളക്കി. പിന്നെ ഒന്നും കൂടി ഇതിനകത്ത് കയറി പിടിച്ച സമയത്ത് ഒടിഞ്ഞ് ഇളവീനെ നോക്കിയ സമയത്ത് ആ ഒരു എന്താ പറയുക ആ സ്ക്രൂ നശിച്ചായിരുന്നു കേട്ടോ. ഫുള്ള് തുരുമ്പെടുത്ത് നശിച്ചു പോയായിരുന്നു. ഇനിയിപ്പം എന്താണെന്ന് അറിയത്തില്ല. പോയി നോക്കിയാൽ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ സാധനം മൊത്തത്തിൽ മാറേണ്ടി വരും. പിരിയിടാൻ പറ്റുമോ ഇല്ലേ, ഇളക്കാൻ പറ്റുമോ ഇല്ലേ, ഒന്നും അറിയാൻ വയ്യ. എന്തായാലും നോക്കാം. ഒരു നട്ട് ഇതിനകത്തായി പോയി. ഇളക്കാൻ പറ്റുമോ? ഇവിടെ ഒടിഞ്ഞു പോയത് തന്നെ. ഡ്രില്ല് ചെയ്ത് എടുത്തോണ്ട് നമുക്ക് പിരിയിടാൻ പറ്റുമോ തന്നെയല്ലേ? അപ്പം ഇത് ഇന്ന് നടക്കില്ല, നാളത്തേക്ക് നടക്കണമെന്നാണ് പറഞ്ഞു കേട്ടോ. പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ല. അതിനകത്ത് ഞെട്ടൊടിഞ്ഞു പോയി. അതൊന്ന് ഇളക്കിയെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പ്ലാസ്റ്റിക് അല്ല, മെറ്റലാണ്. നമ്മൾ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിരിയിടാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എൻ്റെ പൊന്ന് ഗായ്സ്, ഇരട്ടിപ്പണിയായെന്ന് പറഞ്ഞാൽ മതിയില്ല. നമ്മുടെ ഈ ഒരു സംഭവം പോയി കേട്ടോ. നമ്മുടെ ജേജുവാൻ്റെ ഈ സാധനം മിസ്സായി. എന്ത് ചെയ്യാനാ? ഈ ഒരു ഇവിടെ സ്ക്രൂ പൊട്ടിയിരുന്നതാണ് പ്രശ്നമായ. വെൽഡ് അടിച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥയായി പോയി. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് സ്ഥലങ്ങളുടെ കടയിൽ നമ്മൾ ബ്രംബോയിലെ കോപ്പി സാധനം ഇരിപ്പുണ്ട്. പറ്റുമെങ്കിൽ അതൊരെണ്ണം എടുത്ത് വെക്കാൻ കേട്ടോ. അല്ലാതെ വേറെ വകുപ്പില്ല, ഒരു രക്ഷയില്ല. എന്തായാലും തിരിച്ച് കടയിലോട്ട് തന്നെ പോവാം. വല്ലാത്തൊരു പണിയായിപ്പോയി. എന്തായാലും ഈ സാധനം പോയി. ജേജുവാൻ്റെ പക്ക അവിടെയുള്ള സാധനമായിരുന്നു. എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ എന്തായാലും പോവാം. അപ്പോൾ നമ്മൾ NSൻ്റെ ഈ ഒരു MC കിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയിൽ വെക്കാൻ പോകുന്ന. അപ്പം മോജോരോ സാധനം എടുക്കാൻ വകുപ്പില്ല, അല്ലെങ്കിൽ വണ്ടിയുടെ വെച്ചേക്കേണ്ടി വരും. നമ്മുടെ ഷോറൂമിൽ നിന്ന് ഓർഡർ ചെയ്ത് വന്നാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ബൈബിളേൽ മാത്രമേ അവിടെ കാണാനും ചാൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം NSൻ്റെ സാധനം ഫിക്സ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് ചെമ്പ് വാഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വേറെ കടയിൽ നിന്ന് സെറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഫീഡ്ബാക്ക് എങ്ങനെയെന്ന് അറിയാൻ വയ്യ. എന്തായാലും വെച്ച് ഓടിച്ചോക്കിൽ അറിയത്തുള്ളൂ. നമ്മുടെ 2-3 വണ്ടി നമ്മൾ RC 390 വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്തും നല്ല ഫീഡ്ബാക്ക് ആയിരിക്കും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ എന്തായാലും വെച്ച് നോക്കിയിട്ട് എന്താ അവസ്ഥ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും സെറ്റൊരു പണിയായി ഇപ്പോൾ എന്തായാലും ഇന്ന് വന്നത്. അപ്പം വെച്ചിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ RCയുടെ വർക്കും കാര്യങ്ങൾ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ RCയുടെ ആ ഒരു സീറ്റും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ ഞാൻ ആവശ്യമ്പോൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൈസ് സീറ്റ് വെച്ച് RC വീഡിയോസൊക്കെ 2-3 വണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എനിക്കൊരു ഡ്രോബാക്ക് പോകുന്നത് ഇതിനകത്ത് ഇരുന്ന് പോകാൻ പറ്റത്തില്ല. ആ ഒരു ഭയങ്കര ഷോകമാണ്. കാരണം കല്ലിൻ്റെ വണ്ടി എടുത്ത് പോകണമൊക്കെ ഇരിക്കണം. പക്ഷേ വണ്ടി കാണാൻ ആരെങ്കിലും ലുക്കായിരിക്കും. ഫോട്ടോ വീഡിയോ റീൽസ് സകലതും പൊള്ളിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതാണ് RCയുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോലോഗിൻ്റെ പുതിയ കിറ്റും കാര്യങ്ങളൊക്കെ ഉടനെ എടുക്കുന്നതായിരിക്കും. അത് വെക്കുന്നൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ നൈസായിട്ട് കാണിച്ചില്ല. ഇപ്പോൾ ഈ ഒരു വെക്കുന്ന കംപ്ലീറ്റ് വീഡിയോ കാണിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയും മോജോയും കൂടെ കുറച്ച് പണിയായതുകൊണ്ടാണ് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണിക്കാൻ പറ്റായിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ RCയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്.
ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇതെല്ലാം ഫിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ ബ്രേക്കും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറച്ചൊരു ഓടി സമയത്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുന്നത്, വേറെ വ്യത്യാസങ്ങളായിട്ടൊന്നും ഭയങ്കരമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. NSൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്, MC കിറ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിലവർ ഡൊമിനാറിൻ്റെ ഒക്കെ സജസ്റ്റ് ചെയ്തായിരുന്നു, പക്ഷേ അതിവിടെ അവൈലബിൾ അല്ല. അതേപോലെ വേറെ പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ ഫ്രണ്ടിൻ്റെ RC390 ഈ ഒരു സെയിം സാധനം തന്നെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഓക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ ഇത്രയും വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.